언제쯤일까 다시 그때 마주한다면 눈을 보고 말할래요 보고 싶었어요 നീ എൻ കൽവിൽ മുഹബത്തിനിശലായി പാടുമോ നീ എന്റേതല്ലേ കോളേജിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഡ്രൈവർ അതിൽ ഡ്രൈവ് ചെയ്യുന്നത് അതിലെന്ന് അതാണ് ഡ്രൈവർ എന്ന് ഉദ്ദേശിച്ചത്, അല്ലാത്ത സ്റ്റെപ്പൊക്കെ കയറുമ്പം എൻ്റെ പേര് അഫ്സിയ. ഞാൻ BBA S5 പഠിക്കുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് പുസ്തക വായന, പിന്നെ ഞാൻ ചെറുതായിട്ട് ഒരു യൂട്യൂബറും കൂടിയാണ്. നന്ദി. ഓണത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഓർമ്മകളെ കുറിച്ച് ഞാനിവിടെ പറയാം. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം എല്ലാം ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് അത്തപ്പൂക്കളം, പൂ പറിക്കാൻ പോകുന്നത്. അത് ഈ കാലത്ത് വളരെ കുറവാണ്, എന്നാലും അതൊരു നല്ലൊരു ഓർമ്മയാണ്. അതിനുശേഷം വരുന്ന നമ്മൾ വിദ്യാലയങ്ങളിൽ ഓണം ആഘോഷിക്കുന്നതാണ്. നമ്മുടെ കൂട്ടുകാരുമായി വടംവലി, ഉറിയടി, ഇങ്ങനെ ഏറെ കായിക മത്സരങ്ങൾ കളിച്ചും ചിരിച്ചും എല്ലാവരും, അതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ ഓർമ്മ. അത് വരും തലമുറയ്ക്ക് അതേപോലെ അതേ മനോഹരതയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി. പൂക്കളത്തിലെ ഒരു പൂവായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ ആരായിരിക്കും? എന്തുകൊണ്ട്? റോസാപ്പൂ. എന്തുകൊണ്ട്? പല നിറങ്ങളിൽ നമുക്ക് റോസാപ്പൂ ലഭ്യമാണ്. എനിക്കും അതുപോലെ പല കഴിവുകളും പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ പല രീതികളുള്ളത് കൊണ്ട് ഞാൻ റോസാപ്പൂ എന്ന് പറയും. കടവച്ചീട്ടും മഞ്ഞച്ചീട്ടൻ കോഴിച്ചീട്ടും
പോരാ പോരാ പവർ പോരാ. ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല, മാറി വരത്തില്ല. 3 തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ 3 തവണ എന്നോട് റിപ്പീറ്റ് ചെയ്യാം. ആർപ്പോയ് ആർപ്പോയ്. So yes, let's welcome our Maveli Thampuran. മാവേലി തമ്പുരാൻ വന്നാൽ ആരംഗം അതിരണം. സോ മാവേലി, എന്താണ് നമ്മളോട് പറയാനുള്ളത്? ഈ സമ്പദ്സമൃദ്ധമായ മലയാളം നാട്ടിൽ ഇന്ന് ഈ കോളേജിൽ നമുക്കിവിടെ എത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനാൽ ഈ ഓണം നമ്മൾ സമ്പൽ സമൃദ്ധിയോടെ ആഘോഷിക്കുന്നു. ഹാപ്പി ഓണം എല്ലാവർക്കും. ആർപ്പോയ്. ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ 2025 ഓണം സെലിബ്രേഷൻ മരിയൻ കോളേജിൽ നമ്മൾ അവസാനത്തെ ഓണം. എല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്നിരിക്കണ കണ്ടു. താത്ത, അർസിയ, ആദിലിക്കൊക്കെ നമ്മൾ വേറെയൊക്കെ പ്രതീക്ഷിച്ച്, പക്ഷേ പൊളി. പിന്നെ പ്രണാവ് എപ്പി അറിയാലോ, താരത്തിന് ജിംബോയ് എന്നൊക്കെ പറയപ്പെടും, നമുക്ക് എന്തുകൊണ്ടാ വിളിക്കാം. പിന്നെ അപ്പോൾ ഇന്നത്തെ ഭാവി പരിപാടി എന്ന് പറയുന്നത്, ഇപ്പോൾ ഓണം കഴിഞ്ഞ് സദ്യ കഴിക്കാൻ പോകും. സദ്യ കഴിച്ചിട്ട് നമ്മൾ നല്ല പൂന്തോട്ടത്തിൽ പോയി ഫോട്ടോ എടുക്കും. പൂന്തോട്ടത്തിൽ പോയി ഫോട്ടോ എടുത്തിട്ട് സദ്യ കഴിക്കാൻ പോകും. സദ്യ കഴിക്കും, മന്തി കഴിക്കും. ഓണായിട്ട് മന്തി കഴിക്കാനാണ് വെറൈറ്റി. അങ്ങനെയാണ് നിൽക്കുന്നത്. അതിലെ പ്ലാൻസ് നിർത്താം, പൊളിക്കല്ലേ? കാണാൻ കൊള്ളാം. ഒരുമിച്ച് അതിലൊന്നും മൈൻഡാക്കാം. അതിന് മുണ്ടിയാണ് നടക്കുന്നത്. ഇത് പരിച്ച് നീ അധികം അറിയില്ല. കറക്കാം. ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നോക്കണം, കുറച്ച് താഴ്ത്തു. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ സൂര്യകാന്തി തോട്ടത്തിൽ എത്തിയിരിക്കുന്നു. സൂര്യകാന്തി തോട്ടം അർച്ചയുടെ ബ്ലോഗിനെ ഹാങ് ഓവർ ചെയ്തു. അപ്പൊ ഏറ്റെടുത്ത് അതിൽ ഇറങ്ങാൻ ശ്രമിച്ചതാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ നമുക്കിത് വെറുതെ ഇങ്ങനെ നീളം കൂട്ടി വെച്ചിട്ട് അതെന്താ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എവിടെയാണ് വന്നിരിക്കണേ ഗൈസ്? പൂന്തോട്ടം കോളേജ് വീട്. എങ്ങനെ പൂന്തോട്ടം കോളേജ് വീട്? പൂന്തോട്ടത്തിൽ എങ്ങനെ വരണം? നടന്നു വരണം, കയറി കൂടെ ചാടി വരണം. പ്രാന്ത് പിടിച്ച പിള്ളേര് നമ്മൾ മാത്രമാണ്. സൂ